ഈ രഹസ്യക്കൂട്ടറിഞ്ഞ് മീൻകറി വെക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് പോലും വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻകറിയുടെ റെസിപ്പിയായത് കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് പോലും വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാവേ. ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഷിൽജി വ്ളോഗ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കിളിമീനാണ്. പല രാജ്യത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ 1/2 കിലോ കിളിമീൻ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കോട്ടയം ഭാഗത്തേക്ക് കിളിമീൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനിയിപ്പം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവേ. ഇത് വൃത്തിയാക്കി എടുക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊന്ന് പോയി കാണണം കേട്ടോ, അറിയത്തില്ലാത്തവർ. ആദ്യം നമുക്കിതൊന്ന് കഴുകി, കുറേ ചെതുമ്പലൊക്കെയുള്ള മീനാണ്. ഇത് നല്ല തേച്ചെടുക്കണം, ചെതുമ്പലൊക്കെ കളഞ്ഞിട്ട്, എന്നാലേ ഇതിൻ്റെ ഉളുമ്പ് പോകത്തുള്ളൂ. പക്ഷേ നല്ല വൃത്തിയും അതുപോലെ നല്ല രുചിയുമുള്ള മീനാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കാവേ. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി, എന്നാൽ നല്ല ടേസ്റ്റും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയായത് കേട്ടോ. ചൂടായ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാവേ. ആ എണ്ണ ഒഴിക്കുന്ന കറി നല്ല തെളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരപ്പ് ചേർക്കുമ്പോഴേ. ഇനി ഇത് നല്ല അടി പിടിക്കാതെ ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കാവേ. ഓരോ ചേരുവകളായിട്ട് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ളത്. ഞാൻ ഇനി ഇതിലിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ അരപ്പ് തയ്യാറാക്കുന്നത്. എന്നാലാണ് ഇത് കറി വെച്ചാൽ നല്ല കൊഴുപ്പും അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാകത്തുള്ളേ. ഇനി ചെറിയ ഉള്ളി ഒരു 3-4 ചുള ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്, അതും ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്ത് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണേ. ഈ സമയത്ത് ഞാൻ കുറച്ച് കുരുമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏത് കറിക്കും കുറച്ച് കുരുമുളക് ചേർക്കുന്നത് നല്ലതാണ്. ഇനി നല്ലോണം ഇളക്കി മാറ്റി വയ്ക്കുക. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തേങ്ങ അരച്ച കറി വെക്കുന്നത്, അപ്പോൾ കുറച്ച് എരിവൊക്കെ കുറഞ്ഞ് കിട്ടും. എരിയൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ അരപ്പിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ചേർത്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ തേങ്ങയെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞതൊന്ന് മാറ്റി വയ്ക്കാവേ. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ആ മസാല എല്ലാം തേങ്ങയിലേക്ക് പിടിക്കണേ. എന്നിട്ട് വേണം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ചെറിയ ചൂടി വെച്ച് ഇതൊക്കെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇത് മൂത്ത് പോകുകയൊന്നും വേണ്ട. ഇപ്പം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വാങ്ങി വയ്ക്കാം, കുറച്ച് നേരം തണുക്കട്ടെ. അത് കഴിഞ്ഞ് നല്ല ഇത് അരച്ചെടുക്കണേ. ഈ കളർ നന്നായി മാറിയതിന് ശേഷം വേണം നമുക്കിത് വാങ്ങാൻ. ഇപ്പം കണ്ട നല്ല ചുമല കളറായി, എല്ലാം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. കുടംപുളിയാണ് ഞങ്ങൾ ചേർക്കുന്നത് കേട്ടോ മീൻ കറിക്ക്. ചിലവരൊക്കെ ചേർക്കുന്നത് വാളംപുളിയാണ്, പക്ഷെ ഞങ്ങളുടെ ഇങ്ങോട്ട് കുടംപുളിയാണ് ചേർക്കുന്നത്. കുടംപുളി ഒന്ന് കുതിർന്ന് വരട്ടെ. ഇനി ഒരു ചട്ടി ചൂടായപ്പോഴത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൺചട്ടി കറി വെക്കുന്നതാണ് നല്ലത് കേട്ടോ. കറി വെക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി മാത്രമേ എടുക്കാവുള്ളൂ. മീൻകറിയൊക്കെ പ്രത്യേകിച്ച് പുളി ഇറങ്ങുന്നതല്ലേ. എണ്ണ ചൂടായപ്പോഴത്തേക്ക് ഞാൻ 1 സ്പൂണ് ഉലുവയാണ് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ വറുക്കുന്ന സമയത്ത് ഉലുവയും അതിൻ്റെ കൂടെ ഇട്ട് വേണമെന്ന് വറുത്തെടുത്താൽ ഇങ്ങനെ ചേർക്കണ്ട. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചാണ് ഇട്ടിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. 1/2 കിലോ മീനിന് കണക്ക് കൂട്ടിയാണ് എടുക്കുന്നത്. എരിവ് ചിലവർക്ക് വ്യത്യാസം കാണും. ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി സാദാ മുളക് പൊടിയും കൂടി മിക്സാണ് കേട്ടോ. ഇനിയിപ്പം കാശ്മീരി ചില്ലിയാണെ 3-4 സ്പൂൺ ഇടാം. സാദാ മുളക് പൊടിയാണെ അതിൻ്റെ അനുസരിച്ച് കുറയ്ക്കണേ, അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. മീൻകറിക്കൊക്കെ കുറച്ച് എരിവ് വേണമല്ലോ. പിന്നെ ഇനി നമുക്കില്ലേ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളിയില്ലേ, അതിൻ്റെ സത്തൊക്കെ നല്ല ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അതും ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് തിളയ്ക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ എല്ലാം പുളിയെല്ലാം ഇറങ്ങിയതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം 1/2 കിലോ മീൻ ഞാൻ കറിക്കെടുത്തിട്ടുണ്ട്. അത് കണക്ക് കൂട്ടിയുള്ളതാണ് അളവ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ചു വെക്കുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഒന്ന് വറ്റി വരുന്നുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പകുതി വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി വറ്റുമ്പോഴത്തേക്കുണ്ടല്ലോ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുവേ. നമുക്കിത് ഒന്നുകൂടിയില്ലേ അടച്ചു വെക്കാവേ. അടച്ചു വെച്ചതിന് ശേഷം ഒരു കുറച്ച് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല വറ്റിയിട്ടുണ്ട്.
പക്ഷേ എന്നാലും കുറച്ച് എണ്ണയൊക്കെ തെളിയാനുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് നല്ലൊരു മണവും ടേസ്റ്റുമാണ് ലാസ്റ്റ് കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. ഇപ്പം നമ്മുടെ കറി നല്ല പാകമായിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഈ മീൻകറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. പച്ചരിച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്, അല്ലെങ്കിൽ ചാക്കരിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് ഇങ്ങനെ തേങ്ങ അരച്ച മീൻ കറിയെ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കണം, എന്നാൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലും വെറൈറ്റി ആയിട്ട് വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കുമേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.